എല്ലാവർക്കും ഡിജിറ്റൽ മലയാളത്തിൻ്റെ മറ്റൊരു അൺബോക്സിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന ഒപ്പോയുടെ F15 എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് ആയിട്ടില്ല. ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ വില മെൻഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് കടക്കാം. 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറയിൽ പുറത്തിറങ്ങിയ ഒപ്പോയുടെ F15 എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ബോക്സിൽ നമുക്ക് പേപ്പേഴ്സും അപ്പോൾ അതിൻ്റെ ബാക്ക് കവറും സിം എജക്ടറും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിലേക്ക് കിടക്കുകയാണെങ്കിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 48 മെഗാ പിക്സൽ AI ക്വാഡ് ക്യാമറ, VOC ഫ്ലാഷ് ചാർജ് 3.0, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് 3.0, FHD+ AMOLED സ്ക്രീൻ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒപ്പോയുടെ F15 എന്ന സ്മാർട്ട് ഫോൺ. നല്ല സ്റ്റൈലിഷ് ഡിസൈൻ, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ബാക്കിൽ 4 ക്യാമറ നൽകിയിട്ടുണ്ട്. വിവോയുടെ സ്മാർട്ട് ഫോണുകളുടെ ഏകദേശം അതേപോലെ ഒരു ഡിസൈൻ ഇതിനുണ്ട്. ഓക്കെ, നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഫോൺ നമുക്ക് ഇതാണ് ഇതിൻ്റെ ചാർജർ. ഫാസ്റ്റ് ചാർജറാണ്. VOC നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് അരമണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് 75% മുകളിൽ ചാർജ് ആകുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റു പ്രധാന ഫീച്ചറുകളിലേക്ക് കടക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്ക് കവർ ഇട്ട് നോക്കാം എത്രമാത്രം ചേരുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ഡിസൈൻ, കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഈ ഒപ്പോയുടെ ഈ മോഡലുകൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകൾ നോക്കാം. അതിൽ തന്നെ ഡിസ്പ്ലേയെ കുറിച്ച് പറയണമെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ മോഡലുകൾക്കുള്ളത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം 90+9 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിനുണ്ട്. അതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ സംരക്ഷണത്തിന് Gorilla Glass 5 നൽകിയിരിക്കുന്നു. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P70 പ്രോസസ്സറിലാണ് ഇതിൻ്റെ പ്രവർത്തനം. ആൻഡ്രോയിഡിൻ്റെ 9 ഒപ്പം നമുക്ക് 8 GB റാം വേരിയൻറ്റ് വരെ ഇതിൽ ലഭിക്കുന്നുണ്ട്. 8 GB + 128 GB സ്റ്റോറേജ്, മെമ്മറി കാർഡ് ഉപയോഗിച്ച് 256 GB വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന മെമ്മറി എന്നിവയാണ് ഇതിൻ്റെ ആന്തരിക സവിശേഷതകളിൽ എടുത്തു പറയേണ്ടത്. പിന്നെ നമുക്ക് ക്യാമറയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ബാക്കിൽ 4 ക്യാമറയുണ്ടെന്ന് പറഞ്ഞു. 48+8+2+2, അതായത് മൊത്തം നമുക്ക് 4 ക്വാഡ് ക്യാമറ ലഭിക്കുന്നുണ്ട് 48 മെഗാ പിക്സലിൻ്റെ. സെൽഫിയിലേക്ക് വരികയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് അപ്പോൾ ഈ ഫോണുകൾക്ക് ഉള്ളത്. അപ്പോൾ ഇതാണ് ഒപ്പോയുടെ F15 എന്ന ഫോണുകളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റൈലിഷ് ലുക്കാണ് ഒപ്പോയുടെ. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാമറയിലേക്ക് കിടക്കാം. ക്വാഡ് ക്യാമറയാണ്, അതും 48 മെഗാ പിക്സലിൻ്റെ. നമുക്ക് 48 ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ, നമുക്ക് 48 നമുക്ക് സെറ്റിങ്സിൽ നിന്ന് നമ്മൾ 48 ചേഞ്ച് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്കൊരു പിക്ക് എടുത്ത് നോക്കാം സാധാ ക്യാമറയിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലിഷ് ഇതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഒപ്പം ഇത് നമ്മൾ സെൽഫിയിലെടുത്ത പിക്കാണ്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, പോർട്രേറ്റ് മോഡിലെടുത്ത പിക്കാണ്. നല്ല സ്റ്റാൻഡേർഡ് ക്ലാരിറ്റി കാഴ്ചവെക്കുന്നുണ്ട് ഇതിൻ്റെ പോർട്രേറ്റ് മോഡിൽ പിക്ചറുകൾ. ഇത് നൈറ്റിലെടുത്ത പിക്കുകളാണ്. ഒരുപാട് പിക്സ് നമ്മൾ റിവ്യൂ പർപ്പസിന് വേണ്ടി എടുത്തിരുന്നു. പക്ഷേ ഇതൊരു റിവ്യൂ അല്ല, അൺബോക്സിങ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ പ്ലസ് ആൻഡ് മൈനസ് ഒന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനിയും ഇതിൻ്റെ മറ്റ് സെറ്റിങ്സിലേക്ക് എബോട്ട് ഫോണിൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 8 GB റാം വേരിയൻ്റാണ് എൻ്റെ ഇരിക്കുന്നത്. 128 GB സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ കളർ വേർഷൻ 6.1.2 ആൻഡ്രോയിഡിൻ്റെ 9 പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത്, ഇതിൽ മെയിൻ ഇതിൻ്റെ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. നമുക്ക് 4 ക്യാമറ ലഭിക്കുന്നു. ഇതിൻ്റെ പ്രൈസ്
എത്ര നിറഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഏകദേശം ഒരു 15 റേഞ്ചിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. കാരണം ഇത് ലോഞ്ച് ആയതിനു ശേഷം മാത്രം നമുക്ക് വീഡിയോ ഇതിൻ്റെ ഇത് പറയാൻ സാധിക്കുള്ളൂ. വീഡിയോ അതിന് ശേഷം മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളെങ്കിൽ കൂടി നമുക്കിപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയാൻ സാധിക്കില്ല. സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ സ്ലോട്ടും മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ ഒരു സൈഡ് വ്യൂ ഒക്കെ നല്ലൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ട്. കാരണം ഒപ്പോടെ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ ഫോണുകളെ പോലെ ഒന്നുമല്ല, നല്ല സ്റ്റൈലിഷ് ഡിസൈൻ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മെമ്മറി കാർഡും 2 സിമ്മും ഉപയോഗിക്കാം. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. 256 GB നമുക്ക് ഇതിൽ മെമ്മറി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒപ്പോയുടെ ഏറ്റവും പുതിയ F15 എന്ന സ്മാർട്ട് ഫോണാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. 4025 mAh ബാറ്ററി ലൈഫാണ്. അത് നമുക്ക് VOC ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതിൻ്റെ ക്യാമറ ആയാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായാലും ഡിസൈൻ ആയാലും നല്ല സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് എത്രമാത്രം ബെസ്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉടൻ തന്നെ ഇതിൻ്റെ റിവ്യൂ ഡിജിറ്റൽ മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തന്ന് ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഡിജിറ്റൽ മലയാളത്തിൻ്റെ മറ്റൊരു അൺബോക്സിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന ഒപ്പോയുടെ F15 എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് ആയിട്ടില്ല. ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ വില മെൻഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കടക്കാം. 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറയിൽ പുറത്തിറങ്ങിയ ഒപ്പോയുടെ F15 എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ബോക്സിൽ നമുക്ക് പേപ്പേഴ്സും അപ്പോൾ അതിൻ്റെ ബാക്ക് കവറും സിം എജക്ടറും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിലേക്ക് കിടക്കുകയാണെങ്കിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 48 മെഗാപിക്സൽ AI ക്വാഡ് ക്യാമറ, VOC ഫ്ലാഷ് ചാർജ് 3.0, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് 3.0, FHD+ AMOLED സ്ക്രീൻ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒപ്പോയുടെ F15 എന്ന സ്മാർട്ട് ഫോൺ. നല്ല സ്റ്റൈലിഷ് ഡിസൈൻ, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ബാക്കിൽ 4 ക്യാമറ നൽകിയിട്ടുണ്ട്. വിവോയുടെ സ്മാർട്ട് ഫോണുകളുടെ ഏകദേശം അതേപോലെ ഒരു ഡിസൈൻ ഇതിനുണ്ട്. ഓക്കെ, നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഫോൺ നമുക്ക് ഇതാണ് ഇതിൻ്റെ ചാർജർ. ഫാസ്റ്റ് ചാർജറാണ്. VOC നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് അരമണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് 75% മുകളിൽ ചാർജ് ആകുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റു പ്രധാന ഫീച്ചറുകളിലേക്ക് കടക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്ക് കവർ ഇട്ട് നോക്കാം എത്രമാത്രം ചേരുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ഡിസൈൻ, കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഈ ഒപ്പോയുടെ ഈ മോഡലുകൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകൾ നോക്കാം. അതിൽ ആദ്യം തന്നെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയണമെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ മോഡലുകൾക്കുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം 90+9 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിനുണ്ട്. അതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ സംരക്ഷണത്തിന് Gorilla Glass 5 നൽകിയിരിക്കുന്നു. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P70 പ്രോസസ്സറിലാണ് ഇതിൻ്റെ പ്രവർത്തനം. ആൻഡ്രോയിഡിൻ്റെ 9 ഒപ്പം നമുക്ക് 8 GB റാം വേരിയൻറ്റ് വരെ ഇതിൽ ലഭിക്കുന്നുണ്ട്. 8 GB + 128 GB സ്റ്റോറേജ്. മെമ്മറി കാർഡ് ഉപയോഗിച്ച് 256 GB വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന മെമ്മറി എന്നിവയാണ് ഇതിൻ്റെ ആന്തരിക സവിശേഷതകളിൽ എടുത്തു പറയേണ്ടത്. പിന്നെ നമുക്ക് ക്യാമറയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ബാക്കിൽ 4 ക്യാമറയുണ്ടെന്ന് പറഞ്ഞു. 48+8+2+2, അതായത് മൊത്തം നമുക്ക് 4 ക്വാഡ് ക്യാമറ ലഭിക്കുന്നുണ്ട്. 48 മെഗാപിക്സലിൻ്റെ
സെൽഫിയിലേക്ക് വരികയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് അപ്പോൾ ഈ ഫോണുകൾക്ക് ഉള്ളത്. അപ്പോൾ ഇതാണ് ഒപ്പോയുടെ F15 എന്ന ഫോണുകളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റൈലിഷ് ലുക്കാണ് ഒപ്പോയുടെ. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാമറയിലേക്ക് കിടക്കാം. ക്വാഡ് ക്യാമറയാണ്, അതും 48 മെഗാ പിക്സലിൻ്റെ. നമുക്ക് 48 ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഓക്കെ നമുക്ക് 48 നമുക്ക് സെറ്റിങ്സിൽ നിന്ന് നമ്മൾ 48 ചേഞ്ച് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്കൊരു പിക്ക് എടുത്ത് നോക്കാം സാധാ ക്യാമറയിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലിഷ് ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഒപ്പം ഇത് നമ്മൾ സെൽഫിയിലെടുത്ത പിക്കാണ്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, പോർട്രേറ്റ് മോഡിലെടുത്ത പിക്കാണ്. നല്ല സ്റ്റാൻഡേർഡ് ക്ലാരിറ്റി കാഴ്ചവെക്കുന്നുണ്ട് ഇതിൻ്റെ പോർട്രേറ്റ് മോഡിൽ പിക്ചറുകൾ. ഇത് നൈറ്റിലെടുത്ത പിക്കുകളാണ്. ഒരുപാട് പിക്സ് നമ്മൾ റിവ്യൂ പർപ്പസിന് വേണ്ടി എടുത്തിരുന്നു, പക്ഷേ ഇതൊരു റിവ്യൂ അല്ല, അൺബോക്സിങ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ പ്ലസ് ആൻഡ് മൈനസ് ഒന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനിയും ഇതിൻ്റെ മറ്റ് സെറ്റിങ്സിലേക്ക് എബോട്ട് ഫോണിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 8 GB റാം വേരിയൻ്റാണ് എൻ്റെ ഇരിക്കുന്നത്. 128 GB സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ കളർ വേർഷൻ 6.1.2 ആൻഡ് 9π. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത്, ഇതിൽ മെയിൻ ഇതിൻ്റെ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. നമുക്ക് 4 ക്യാമറ ലഭിക്കുന്നു. ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് അറിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഏകദേശം ഒരു 15 റേഞ്ചിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. കാരണം ഇത് ലോഞ്ച് ആയതിനു ശേഷം മാത്രം നമുക്ക് വീഡിയോ ഇത് പറയാൻ സാധിക്കുള്ളൂ. വീഡിയോ അതിന് ശേഷം മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളെങ്കിൽ കൂടി നമുക്കിപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയാൻ സാധിക്കില്ല. സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ സ്ലോട്ടും മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സൈഡ് വ്യൂ ഒക്കെ നല്ലൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ട്. കാരണം ഒപ്പോടെ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ ഫോണുകളെ പോലെ ഒന്നുമല്ല, നല്ല സ്റ്റൈലിഷ് ഡിസൈൻ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മെമ്മറി കാർഡും 2 സിമ്മും ഉപയോഗിക്കാം. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. 256 GB നമുക്കിതിൽ മെമ്മറി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒപ്പോയുടെ ഏറ്റവും പുതിയ F15 എന്ന സ്മാർട്ട് ഫോണാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. 4025 mAh ബാറ്ററി ലൈഫാണ്. അത് നമുക്ക് VOC ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതിൻ്റെ ക്യാമറ ആയാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായാലും ഡിസൈൻ ആയാലും നല്ല സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് എത്രമാത്രം ബെസ്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉടൻ തന്നെ ഇതിൻ്റെ റിവ്യൂ ഡിജിറ്റൽ മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തന്ന് ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.